നമസ്കാരം. നമ്മൾ ഇന്ന് കേരള പാഠാവലിയിലെ രണ്ടാമത്തെ പാഠമായ മാധവിക്കുട്ടിയുടെ അമ്മ എന്ന ചെറുകഥയിൽ നൽകിയിരിക്കുന്ന പഠന പ്രവർത്തനങ്ങളാണ് ചർച്ച ചെയ്യുകയും കുറിപ്പുകൾ തയ്യാറാക്കുകയും ചെയ്യുന്നത്. ആദ്യ പഠന പ്രവർത്തനം. 2 കഥാസന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്. ഈ 2 സന്ദർഭങ്ങളും വിശകലനം ചെയ്ത് കഥയിലെ ഈ മുഹൂർത്തങ്ങൾ വിശകലനം ചെയ്ത് വർത്തമാനകാല സമൂഹം അഭിമുഖീകരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ് കഥ അവതരിപ്പിക്കുന്നത് എന്ന് കണ്ടെത്തുവാനും ചർച്ച ചെയ്യുവാനുമാണ് ആവശ്യപ്പെട്ടിരിക്കുക. അപ്പം നമുക്ക് കഥാസന്ദർഭം ഒന്ന് പരിചയപ്പെടാം. 5-6 കൊല്ലങ്ങൾക്ക് മുൻപ് തൻ്റെ മക്കൾ അമ്മേ അമ്മേ എന്ന് എത്ര തവണ വിളിച്ചിരുന്നു. അന്ന് അവർ തന്നെ ഉപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നില്ല. അന്നു താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു. അമ്മയുടെ ചിന്തയാണിത്. ഏതാണ് സന്ദർഭമെന്ന് നമുക്കറിയാം. ബോലേറാം അടുത്തെത്തി അമ്മേ എന്തുപറ്റി അമ്മേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മേ എന്ന ബോലാറാമിൻ്റെ വിളി അമ്മയുടെ മനസ്സ് പെട്ടെന്ന് തൻ്റെ മക്കളുടെ അടുത്തേക്ക് സഞ്ചരിക്കുന്നതിനിടയാക്കി. അപ്പോൾ തൻ്റെ ജീവിതം ഇന്നവർ തന്നെ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്. വർഷങ്ങളായി അവരെ കണ്ടിട്ട്. അപ്പോൾ ബോലാറാമിൻ്റെ അമ്മേ എന്ന വിളി തൻ്റെ മക്കളെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് അമ്മയുടെ മനസ്സിനെ കൊണ്ടുപോകുന്നതാണ് ആദ്യ സന്ദർഭം. രണ്ടാമത്തെ സന്ദർഭം. പണ്ടൊരിക്കൽ തലവേദനിച്ചു കിടന്നപ്പോൾ 10 വയസ്സായ മകൻ അവൻ്റെ ചെറിയ കൈത്തലം തൻ്റെ നെറ്റിമേൽ വച്ച് ചോദിച്ചു, അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവനും എത്ര വേഗത്തിൽ മറ്റൊരാളായി തീർന്നിരിക്കുന്നു. അവനെ കണ്ടിട്ടു തന്നെ എത്ര കൊല്ലങ്ങളായി. കണ്ടാൽ തനിക്കു തിരിച്ചറിയുമോ? അപ്പോൾ ഇതും അമ്മയുടെ ചിന്തയാണ് എന്ന് നമുക്കറിയാം. ആശുപത്രിയിൽ എത്തിച്ച അമ്മയെ ഡോക്ടർ പരിശോധിക്കുകയാണ്. എന്തു പറ്റി അമ്മേ? അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്ന ഡോക്ടറുടെ ചോദ്യം അമ്മയുടെ മനസ്സ് പെട്ടെന്ന് പഴയ കാലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. തൻ്റെ ഇളയ മകൻ 10 വയസ്സായ മകൻ ഒരിക്കൽ തൻ്റെ നെറ്റിമേൽ കൈത്തലം ചേർത്ത് വെച്ചുകൊണ്ട് അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത് അമ്മയുടെ മനസ്സിലേക്ക് എത്തുകയാണ്. തലവേദനിച്ചു താൻ കിടന്നപ്പോൾ സ്നേഹത്തോടെ അടുത്തു വന്ന് നിറഞ്ഞ കണ്ണുകളോടെ തൻ്റെ ഇളയ മകൻ ചോദിച്ച ആ ചോദ്യം പെട്ടെന്ന് അമ്മ ഓർമ്മിക്കുകയാണ്. പക്ഷേ അവനും വളരെ വേഗത്തിൽ മറ്റൊരാളായി തീർന്നു. അവനെ കണ്ടിട്ടു തന്നെ കൊല്ലങ്ങളായി. കണ്ടാൽ തനിക്ക് തിരിച്ചറിയുവാൻ സാധിക്കുമോ എന്നുകൂടി അമ്മ ചിന്തിക്കുന്നു. കാരണം വളരെ നാളുകളായി മകനെ കണ്ടിട്ട്. അപ്പോൾ ഈ സന്ദർഭങ്ങൾ, ഈ മുഹൂർത്തങ്ങൾ വർത്തമാനകാല സമൂഹം അഭിമുഖീകരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവതരിപ്പിക്കുന്നത് എന്നതാണ് ചോദ്യം. അപ്പം നമുക്ക് ഇതൊന്ന് വിശകലനം ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാം. വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം വൻതോതിൽ വർദ്ധമാനമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായും വളരെ പ്രസക്തമായൊരു കഥയാണ് അമ്മ എന്ന് നമുക്ക് അറിയാം. അപ്പം നമുക്ക് കഥയിലെ സന്ദർഭങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ആ വലിയൊരു പ്രശ്നം തീർച്ചയായും പുതുതലമുറ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ തേടി വിദേശ നാടുകളിലേക്ക് കുടിയേറുമ്പോൾ നാട്ടിൽ തനിച്ചാകുന്ന മാതാപിതാക്കൾ അവരുടെ സുരക്ഷിതത്വം തുടങ്ങിയവയൊക്കെ പ്രശ്നമായി തീരുന്നുണ്ട്. അപ്പോൾ അതാണ് തീർച്ചയായും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുക. തൊഴിലും ജീവിത സൗകര്യങ്ങളും തേടി പുതുതലമുറ വിദേശ രാജ്യങ്ങളിലേക്ക് കൂട്ടമായി കുടിയേറി പാർക്കുന്ന വർത്തമാനകാലത്ത് മാധവിക്കുട്ടിയുടെ അമ്മ എന്ന ചെറുകഥയ്ക്ക് പ്രസക്തിയേറുകയാണ്. 1965 രചിക്കപ്പെട്ടതാണ് ഈ കഥ. അമ്മ എന്ന ഈ ചെറുകഥയിലെ അമ്മ വർത്തമാനകാലത്തെ വൃദ്ധ മാതാപിതാക്കളുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നു. കഷ്ടപ്പെട്ടു പണിയെടുത്തും ഉള്ളതൊക്കെ വിറ്റുപെറുക്കിയും മക്കളെ നല്ല നിലയിൽ അവർ പഠിപ്പിച്ചു വളർത്തും. എന്നാൽ ജോലിയും സൗകര്യങ്ങളുമാകുമ്പോൾ അവർ തങ്ങൾക്ക് വേണ്ടി ജീവിതം ഹോമിച്ച സ്വന്തം മാതാപിതാക്കളെ മറക്കുന്നു. കഥയിലെ വൃദ്ധ സ്വന്തം മക്കളെ കണ്ടിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞിരിക്കുന്നു. പാൽക്കാരൻ്റെ അമ്മേ എന്ന വിളി കേട്ടപ്പോൾ അവർ തൻ്റെ മക്കളെ ഓർത്തുപോയി. തൻ്റെ മക്കൾ അമ്മേ അമ്മേ എന്ന് എത്ര തവണ വിളിച്ചിരുന്നു. അന്നവർ തന്നെ ഉപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നില്ല. അന്ന് താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു എന്ന് അമ്മ ഓർമ്മിക്കുന്നു. മെഴ്സിഡസ് കാർ ഇടിച്ചു വീഴ്ത്തിയ വൃദ്ധയെ ടാക്സി ഡ്രൈവർ ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ ഇവിടെ കിടക്കൂ അമ്മേ, അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് തൻ്റെ ഇളയ മകനെ ഓർമ്മ വന്നു. താൻ ഒരിക്കൽ തലവേദനിച്ചു കിടന്നപ്പോൾ തൻ്റെ 10 വയസ്സായ മകൻ കരഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതും വൃദ്ധ ഓർമ്മിക്കുന്നു. ഇന്ന് അവനും മാറിയിരിക്കുന്നു എന്ന് വൃദ്ധ ചിന്തിക്കുന്നു. അവനെ കണ്ടിട്ട് തന്നെ വർഷങ്ങളായി. കണ്ടാൽ തിരിച്ചറിയുമോ എന്നും അമ്മ സംശയിക്കുന്നു. ഏകാന്തതയും ഒറ്റപ്പെടലും ദാരിദ്ര്യവും വാർദ്ധക്യത്തിൻ്റെ അവശതയും എല്ലാം വിഷമിപ്പിക്കുന്ന വൃദ്ധയുടെ ജീവിതം കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്.
കാരണം നമ്മുടെ മക്കൾ തൊഴിലും മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളും തേടി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്നു. വീടുകളിൽ ഒറ്റയ്ക്കാക്കുന്ന വൃദ്ധ മാതാപിതാക്കളുടെ എണ്ണം ദിനം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ജീവിതം സുരക്ഷിതത്വം ഇല്ലാതായി മാറുന്നു. സ്നേഹവും പരിചരണവും സംരക്ഷണവും ലഭിക്കേണ്ട പ്രായത്തിൽ അവശതകൾ പേറി അവർ തനിച്ചു ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കഥാസന്ദർഭങ്ങൾ വർത്തമാനകാല സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതായി കാണാം. നിങ്ങളുടേതായ കാഴ്ചപ്പാടുകൾ കൂടി കൂട്ടിച്ചേർത്ത് കുറിപ്പ് നിങ്ങൾക്ക് മെച്ചപ്പെടുത്തി എഴുതുവാൻ സാധിക്കും. രണ്ടാമത്തെ പഠന പ്രവർത്തനം നോക്കുക. ബോലെറാമിൻ്റെ വാക്കുകളാണ്. എൻ്റെ അമ്മയല്ല, പാൽക്കാരൻ പറഞ്ഞു. എൻ്റെ അമ്മയാണെങ്കിൽ ഈ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പുറത്തേക്ക് അയക്കുകയില്ല. ഇവരെ ഞാനിന്ന് ആദ്യം കാണുകയാണ്. പാൽക്കാരൻ ബോലാറാമിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും തെളിയുന്ന മനോഭാവം വിശകലനം ചെയ്യുക. ഇപ്പോൾ പാൽക്കാരൻ ബോലോറാം ടാക്സി ഡ്രൈവറോട് പറയുന്ന വാക്കുകളാണിത് എന്ന് നമുക്കറിയാം. വാഹനമിടിച്ച് വീണ വൃദ്ധയെ കണ്ട് പാൽക്കാരൻ ബോലാറാം ഓടിവെത്തുന്നു. അമ്മയുടെ അടുത്തെത്തി എന്തു പറ്റി അമ്മേ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്ക് തീരെ വയ്യ, കാലിൽ മുറിവേറ്റിരിക്കുന്നു എന്ന് അയാൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ആ അന്വേഷണത്തിനിടയിൽ പെട്ടെന്ന് പോലീസുകാരൻ അവിടെ എത്തുന്നുണ്ട്. പോലീസുകാരൻ ബോലാറാമിനെ ചോദ്യം ചെയ്യുകയാണ്. നിങ്ങളാണോ ഈ വൃദ്ധയെ തള്ളിയിട്ടത് എന്ന് ചോദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ താനല്ല എന്ന് ബോലാറാം പറയുന്നതും കാറിടിച്ച് പരിക്കേറ്റതാണ് എന്ന് പറയുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് എന്താണ്, പോലീസുകാരൻ ചോദ്യം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് സംഭവിച്ചത്, എപ്പോഴാണ് സംഭവിച്ചത് തുടങ്ങി എന്താണ് പോലീസിൻ്റെ പതിവ് ചോദ്യമുറകൾ തുടരുകയാണ്. അല്ലാതെ വൃദ്ധയെ ശ്രദ്ധിക്കുകയോ അവരെ ആശുപത്രിയിലാക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബോലാറാം അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കുകയും അമ്മയുടെ കരച്ചിൽ കണ്ട് ടാക്സി വിളിച്ച് ആശുപത്രിയിൽ എത്തിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ടാക്സി ഡ്രൈവറാണ് ബോലാറാമിനോട് ഇപ്രകാരം ചോദിക്കുന്നത്, ഇത് നിങ്ങളുടെ അമ്മയാണോ? അപ്പോൾ അതിന് മറുപടിയായിട്ട് ബോലാറാം പറയുന്ന വാക്കുകളാണ്, എൻ്റെ അമ്മയല്ല, എൻ്റെ അമ്മയാണെങ്കിൽ ഈ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പുറത്തേക്ക് അയക്കുകയില്ല എന്ന്. ഇപ്പോൾ പാൽക്കാരൻ ബോലാറാമിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും തെളിയുന്ന മനോഭാവം വിശകലനം ചെയ്യുക എന്നതാണ് ചോദ്യം. ബോലാറാം എന്ന പാൽക്കാരൻ മനുഷ്യ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഉത്തമ മാതൃകയാണ്. വാഹനം ഇടിച്ചു വീഴ്ത്തിയ വൃദ്ധയെ സഹായിക്കാനായി അയാൾ ഓടിയെത്തുന്നു. എന്തുപറ്റി അമ്മേ എന്ന് സ്നേഹത്തോടെ അന്വേഷിക്കുന്നു. അവിടെ എത്തിയ പോലീസുകാരൻ പോലും വൃദ്ധയെ ആശുപത്രിയിൽ എത്തിക്കാനല്ല ശ്രമിച്ചത്. വിവരങ്ങൾ അന്വേഷിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയുമാണ് ഉണ്ടായത്. എന്നാൽ ബോലാറാം ആകട്ടെ ടാക്സി വിളിച്ചു വൃദ്ധയെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നു. ഇത് നിങ്ങളുടെ അമ്മയാണോ എന്ന ടാക്സി ഡ്രൈവറുടെ ചോദ്യത്തിന് ഇതെൻ്റെ അമ്മയല്ല, എൻ്റെ അമ്മയാണെങ്കിൽ ഈ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പറഞ്ഞയക്കുകയില്ല എന്നും അയാൾ പറയുന്നു. സമൂഹ മനസ്സിൽ നിന്ന് നന്മയും സ്നേഹവും കെട്ടുപോയിട്ടില്ലെന്ന് ബോലാറാമിൻ്റെ വാക്കും പ്രവൃത്തിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിലെ പഠന പ്രവർത്തനങ്ങളിൽ നാലാമത്തേതാണ്. നോക്കിക്കോ. അമ്മയെ മക്കളുടെ അടുത്ത് ആക്കിയിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ. അമ്മയെ മക്കളുടെ അടുത്ത് ആക്കിയിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ. ഇതാരുടെ വാക്കുകളാണ് എന്ന് നമുക്കറിയാം. ടാക്സി ഡ്രൈവറുടെ വാക്കുകളാണ്. അപ്പം ആശുപത്രിയിൽ എത്തിച്ച വൃദ്ധയെ ടാക്സി ഡ്രൈവർ സ്നേഹത്തോടു കൂടി തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും എന്താണ് പണം ആഗ്രഹിച്ചല്ല അത് ചെയ്യുന്നത് എന്നും മനുഷ്യ സ്നേഹവും സാഹോദര്യവുമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം ആശുപത്രിയിൽ നിന്ന് തിരികെ വൃദ്ധയെ വീട്ടിലെത്തിക്കുകയാണ് ടാക്സി ഡ്രൈവർ. അപ്പം മക്കളുടെ അടുത്താക്കിയിട്ടേ താൻ മടങ്ങുകയുള്ളൂ എന്ന് ടാക്സി ഡ്രൈവർ പറയുന്നതാണ്. അപ്പോൾ അത് കേട്ട് അമ്മ പറയുന്ന മറുപടിയാണ് താഴെ കൊടുത്തിരിക്കുക. അതൊന്നും വേണ്ട മകനെ, വൃദ്ധ പറഞ്ഞു. വെറുതെ കുട്ടികൾ പേടിക്കും. വേദന മാറി ഞാൻ തന്നെ പോയിക്കൊള്ളാം. അമ്മയുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ സംഭാഷണത്തിൽ തെളിയുന്നത് കണ്ടെത്തുക. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കറിയാം എന്താണ്, അമ്മയുടെ മക്കൾ ആരും ഇവിടെയില്ല. പക്ഷേ എന്താണ്, അമ്മ തൻ്റെ അവസ്ഥ മറ്റുള്ളവരെ അറിയിക്കുവാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ അവരെ എന്താണ് അറിയിക്കാതെ തന്നെ എന്താണ് ഇരിക്കുന്നതിന് വേണ്ടിയാണ് എന്താണ് വെറുതെ കുട്ടികൾ പേടിക്കും, വേദന മാറി ഞാൻ തന്നെ പോയിക്കൊള്ളാമെന്ന് പറയുക. അപ്പോൾ അമ്മയുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ സംഭാഷണത്തിൽ തെളിയുന്നത് എന്നാണ് നമ്മോട് ആവശ്യപ്പെട്ടത്. ഇപ്പം നമുക്കറിയാം അല്ലേ, അമ്മ തീർച്ചയായും എന്താണ് പല കാര്യങ്ങളും മനസ്സിൽ സൂക്ഷിക്കുകയാണ്, സ്വയം എന്താണ് സഹിക്കുകയും സമാധാനം കണ്ടെത്തുകയുമാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മക്കളെ കുറ്റപ്പെടുത്താതിരിക്കാനുള്ള കരുതൽ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, ബാക്കി കൂടി നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റണം.
മക്കളോടുള്ള സ്നേഹം, തീർച്ചയായും എന്താണ്, അമ്മയ്ക്ക് മക്കളോട് നിറഞ്ഞ സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ അമ്മയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നത്. ഒപ്പം തന്നെ എന്താണ്, മക്കൾ അടുത്തില്ല, തന്നെ ഉപേക്ഷിച്ചു പോയി എങ്കിലും അത് മറ്റാരോടും പറയുവാൻ വൃദ്ധ തയ്യാറാകാത്തതും അതുകൊണ്ടാണ്. തൻ്റെ പ്രശ്നങ്ങൾ മറ്റാരും അറിയരുതെന്ന് അമ്മ ചിന്തിക്കുന്നുണ്ട്. അപ്പം തൻ്റെ പ്രശ്നങ്ങൾ അത് താൻ മാത്രം അറിഞ്ഞാൽ മതി, മറ്റാരെയും അറിയിക്കേണ്ട എന്ന് അമ്മ തീരുമാനിക്കുന്നു. സഹനശക്തിയും ത്യാഗമനോഭാവവും. അപ്പോൾ എന്താണ്, പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ജീവിത പ്രതിസന്ധികളെ വൃദ്ധ തനിയെ നേരിടുന്നതായി നമുക്ക് കാണുവാനായിട്ട് പറ്റും. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന ചിന്ത, തീർച്ചയായും എന്താണ്, അതും വൃദ്ധയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് ഞാൻ തനിച്ചു പൊക്കോളാം എന്ന് വൃദ്ധ പറയുക. വീടിന് മുൻപിലെത്തിയിട്ടും എന്താണ്, ടാക്സിക്കാർ ഡ്രൈവറോട് ഞാൻ വേണ്ട മകനെ, ഞാൻ തനിയെ പൊയ്ക്കൊള്ളാമെന്ന് വൃദ്ധ പറയുന്നതിന് കാരണം അതാണ്. ഇപ്പോൾ കൂടുതൽ സവിശേഷതകൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കുവാനായിട്ട് സാധിക്കും. അവ കൂടി കൂട്ടിച്ചേർത്ത് കുറിപ്പ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. കഥാപാത്ര നിരൂപണം. അമ്മ. പ്രശസ്ത സാഹിത്യകാരി മാധവിക്കുട്ടിയുടെ അമ്മ എന്ന ചെറുകഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് അമ്മ. പച്ചക്കറി വാങ്ങി മടങ്ങുന്ന അവരെ ഒരു വാഹനം ഇടിച്ചു വീഴ്ത്തി നിർത്താതെ കടന്നുപോയി. അത്യധികം ഏകാന്തവും സ്നേഹശൂന്യവുമായ ജീവിതമാണ് അവരുടേത്. കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ അവരുടെ മക്കൾ അവരെ ഉപേക്ഷിച്ചു പോയി. ദാരിദ്ര്യവും വാർദ്ധക്യത്തിന്റെ അവശതകളും അവരെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. വാഹനമിടിച്ചു പരിക്കേറ്റ അവരെ സ്നേഹത്തോടെ സഹായിച്ച പാൽക്കാരൻ ബോലാറാമിൻ്റെയും ടാക്സി ഡ്രൈവറുടെയും തന്നെ ശുശ്രൂഷിച്ച ഡോക്ടറുടെയും അമ്മയെന്ന വിളി അവരുടെ ഹൃദയത്തെ ആർദ്രമാക്കുന്നു. തന്നെ ഉപേക്ഷിച്ചു പോയ തൻ്റെ മക്കളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ മനസ്സിലെത്തുന്നു. മക്കളെക്കുറിച്ച് ചോദിച്ച ഡോക്ടറോടും ടാക്സി ഡ്രൈവറോടും വൃദ്ധ സത്യം പറഞ്ഞില്ല. തനിക്ക് അപകടം പറ്റിയ വിവരം മക്കളെ അറിയിക്കേണ്ടെന്നും അവർ പേടിക്കുമെന്നുമാണ് വൃദ്ധ പറയുക. ഏകാന്തതയും ദാരിദ്ര്യവും വാർദ്ധക്യത്തിന്റെ അവശതയും എല്ലാം വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിലും അവർ തൻ്റെ മക്കളെ കുറ്റപ്പെടുത്തുകയോ ശപിക്കുകയോ ചെയ്യുന്നില്ല. കാരണം അവർ അമ്മയാണ്, സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന അമ്മ. അടുത്ത ചോദ്യം. അമ്മ എന്ന ചെറുകഥയിലെ ബോലാറാം, ഡോക്ടർ, ടാക്സി ഡ്രൈവർ എന്നീ കഥാപാത്രങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്തെല്ലാമാണ്? അമ്മ എന്ന ചെറുകഥയിൽ അമ്മ കാറിടിച്ച് റോഡിൽ വീണപ്പോൾ ഓടിയെത്തിയത് പാൽക്കാരൻ ബോലാറാമാണ് എന്ന് നമ്മൾ കണ്ടു. ബോലാറാം അമ്മയെ ആശുപത്രിയിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ടാക്സി വിളിക്കുന്നുണ്ട്. ടാക്സി ഡ്രൈവറോട് സാഹചര്യങ്ങൾ പറയുകയും തനിക്ക് പലയിടത്തും പാലെത്തിക്കാനുണ്ട്, ആവശ്യമായ പണം ഞാൻ തരാം, അമ്മയെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാമോ എന്ന് ചോദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ടാക്സി ഡ്രൈവർ യാതൊരു വൈമനസ്യവും കൂടാതെ എനിക്ക് പണം ഒന്നും വേണ്ട, ഞാൻ അമ്മയെ ആശുപത്രിയിൽ എത്തിക്കാമെന്ന് പറയുകയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാകട്ടെ ഡോക്ടർ, വൃദ്ധയെ പരിശോധിച്ച ഡോക്ടർ സ്നേഹത്തോടെ കാരുണ്യത്തോടെ അമ്മയോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ 3 കഥാപാത്രങ്ങളും മാനവികതയുടെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും ഉദാത്ത മാതൃകകൾ തന്നെയാണ്. അമ്മയുടെ സ്വന്തം മക്കൾ വൃദ്ധയെ ഉപേക്ഷിച്ചു പോയി എങ്കിലും സമൂഹത്തിലെ ഈ ആളുകൾ വൃദ്ധയെ കണ്ട, വൃദ്ധയുടെ അവസ്ഥ മനസ്സിലാക്കിയ, അല്ലെങ്കിൽ വൃദ്ധയ്ക്ക് അപകടം പറ്റിയപ്പോൾ ഓടിയെത്തുകയും സ്വന്തം അമ്മയെപ്പോലെ അവരെ കരുതുകയും കാരുണ്യത്തോടെ ഇടപെടുകയും വേണ്ട പരിചരണങ്ങളും ശുശ്രൂഷകളും ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സമൂഹം പാടേ മാറിയിട്ടില്ല. ഇപ്പോഴും മനുഷ്യത്വവും കാരുണ്യവും സ്നേഹവും ഉള്ളിൽ സൂക്ഷിക്കുന്നവർ ബാക്കിയുണ്ട് എന്ന സൂചന ഈ കഥാപാത്രങ്ങൾ നമുക്ക് നൽകുന്നു. സ്വാർത്ഥത പെരുകുമ്പോഴും സ്നേഹവും കരുതലും ആർദ്രതയും സമൂഹത്തിൽ ബാക്കി നിൽക്കുന്നു എന്ന തിരിച്ചറിവ് ഈ കഥാപാത്രങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. പ്രതീക്ഷയുടെ പച്ചത്തുരുത്തുകൾ ബാക്കിയുണ്ട്. സ്നേഹരാഹിത്യം കൊണ്ട് കരിഞ്ഞുപോയ ജീവിതങ്ങൾ വീണ്ടും തളിർക്കുകയും പൂക്കുകയും ചെയ്യും. അവനവനിലേക്ക് ചുരുങ്ങുന്നവർ മാത്രമല്ല, മറ്റുള്ളവരിലേക്ക് സഹഭാവത്തോടെ പടരുന്നവരും ലോകത്തുണ്ട്. സ്നേഹവും സാഹോദര്യവും കാരുണ്യവും മനുഷ്യനിൽ നിന്ന് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഇപ്പോൾ സമൂഹം പാടെ മാറി എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. പക്ഷേ ഇപ്പോഴും എന്താണ്, മനുഷ്യ സ്നേഹവും മാനവികതയും ഉള്ളിൽ സൂക്ഷിക്കുന്നവർ കാരുണ്യത്തോടെ സ്നേഹത്തോടെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിയുകയും അവരോട് സഹതാപപൂർവം സ്നേഹപൂർവം ഇടപെടുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നവർ, നല്ല മനുഷ്യർ ഇപ്പോഴും സമൂഹത്തിൽ ബാക്കിയുണ്ട് എന്ന തിരിച്ചറിവ് ഈ കഥാപാത്രങ്ങൾ വായനക്കാരന് സമ്മാനിക്കുന്നു. അടുത്ത പഠന പ്രവർത്തനം.
കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്ന് പിടിപിടിവിച്ച് മേൽപോട്ട് ഉയരുന്നത് പോലെ ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞു കിടക്കുന്നു. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കഥയുടെ ഭാവതലത്തിലുണ്ടാക്കുന്ന മാറ്റമെന്ത്? കഥയിൽ നിന്ന് ഇതുപോലെയുള്ള മറ്റു പ്രയോഗങ്ങൾ കണ്ടെത്തി വിശദീകരിക്കുക. കഥയുടെ ഭാവതലത്തെ കൂടുതൽ തീവ്രമാക്കാൻ ഇത്തരത്തിലുള്ള പ്രയോഗത്തിലൂടെ സാധിക്കുന്നുണ്ട്. കഥാപാത്രത്തിൻ്റെ ശാരീരികവും മാനസികവുമായ അവസ്ഥ വായനക്കാരൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നതിനും അതിലൂടെ കഥ കൂടുതൽ ഹൃദയസ്പർശിയായി തീരുന്നതിനും ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കാരണമാകുന്നു. നിരാലംബയായ വൃദ്ധയുടെ ശുഷ്കമായ വിരലുകളും തളർന്ന ശരീരവും നിസ്സഹായാവസ്ഥയും വായനക്കാരൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നു. കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്ന് പിടിപിടിവിച്ച് മേൽപോട്ടുയരുന്നത് പോലെ എന്ന സാദൃശ്യകൽപ്പനയിലൂടെ വൃദ്ധ മരണാസന്നയായിരിക്കുന്നു എന്ന സൂചനയും വായനക്കാരന് ലഭിക്കുന്നു. മറ്റു സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പാഠഭാഗത്തെ പ്രസക്തമായ 3 സന്ദർഭങ്ങൾ കൂടി നമുക്ക് വിശകലനം ചെയ്യാം. വൃദ്ധ ചിതറിക്കിടക്കുന്ന വെണ്ടയ്ക്കകളുടെ ഇടയിൽ ആ തെരുവിൽ ഒരു പൊളിഞ്ഞ പാവയെപ്പോലെ കൊഴിഞ്ഞു കിടന്നു. വാഹനമിടിച്ചു പരിക്കേറ്റ് വീണ് കിടക്കുന്ന വൃദ്ധയെ കഥാകൃത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: വൃദ്ധ ചിതറിക്കിടക്കുന്ന വെണ്ടയ്ക്കകളുടെ ഇടയിൽ ആ തെരുവിൽ ഒരു പൊളിഞ്ഞ പാവയെപ്പോലെ കൊഴിഞ്ഞു കിടന്നു. വാഹനമിടിച്ച് പരിക്കേറ്റ് നിസ്സഹായാവസ്ഥയിൽ കിടക്കുന്ന നിരാലംബയായ വൃദ്ധയെ പൊളിഞ്ഞ പാവയോട് സാദൃശ്യകൽപ്പന ചെയ്യുന്നതിലൂടെ വൃദ്ധ ഉപേക്ഷിക്കപ്പെട്ടവളാണെന്നും വാർദ്ധക്യത്തിൻ്റെ അവശതകൾ പേറുന്നവളാണെന്നും വ്യക്തമാകുന്നു. പൊട്ടിപ്പൊളിഞ്ഞ പാവകളാണല്ലോ ആർക്കും വേണ്ടാതെ തെരുവിലെറിഞ്ഞു കളയുന്നത്. അടുത്ത സന്ദർഭം: വെളുത്ത സാരിയിൽ ഒരു ചുവന്ന വൃത്തം വളർന്നു വികസിച്ചു വരുന്നത് അവർ നോക്കിക്കൊണ്ടിരുന്നു. വെളുത്ത സാരിയിൽ വളർന്നു വികസിച്ചു വരുന്ന ചുവന്ന വൃത്തം. അവരുടെ മുറിവ് അപകടകരമാണെന്നും ആ മുറിവിൽ നിന്ന് രക്തം വാർന്നുകൊണ്ടിരിക്കുന്നു എന്ന സൂചനയും വായനക്കാരന് നൽകുന്നു. അടുത്ത സന്ദർഭം: മറ്റൊരു സന്ദർഭം ഇതാണ്: വൃദ്ധയ്ക്ക് പെട്ടെന്ന് ചിരിക്കുവാൻ തോന്നി. കാരണം കിട്ടാത്ത ഒരു ആനന്ദം. നമുക്കറിയാം ഇത് ഏതാണ് സന്ദർഭമെന്ന്. ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയ വൃദ്ധ വെറും നിലത്ത് ഒരു പായ കൂടി വിരിക്കാതെ വീണ് കിടക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കഥയിൽ കാണുന്നുണ്ട്. അവസാന സന്ദർഭമാണ്. കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. വൃദ്ധ അത് മനസ്സിലാക്കുന്നുണ്ട്. താൻ വെള്ളം എടുത്തു വച്ചില്ലല്ലോ എന്ന് വൃദ്ധ ചിന്തിക്കുന്നുണ്ട്. ഇന്ന് പട്ടിണി തന്നെ, വെള്ളവും കുടിക്കാനില്ല, പച്ചക്കറിയും വഴിയിൽ വീണുപോയി എന്ന് വൃദ്ധ ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം വീണ് കിടക്കുമ്പോൾ, ആ തറയിൽ വെറും നിലത്ത് കിടക്കുമ്പോൾ വൃദ്ധയുടെ ചിന്തയാണ് ഇത്. വൃദ്ധയ്ക്ക് പെട്ടെന്ന് ചിരിക്കുവാൻ തോന്നി. കാരണം കിട്ടാത്തൊരു ആനന്ദം. തൻ്റെ മക്കളെക്കുറിച്ചുള്ള ഓർമ്മയാണ്, പ്രത്യേകിച്ചും ഇളയ മകനെക്കുറിച്ചുള്ള ഓർമ്മ മനസ്സിലേക്ക് എത്തിയപ്പോഴാണ് വൃദ്ധയുടെ അവസ്ഥ ഇപ്രകാരം കഥാകൃത്ത് കുറിച്ചിരിക്കുന്നത്. വൃദ്ധയുടെ നിസ്സഹായാവസ്ഥയും മക്കൾ ഉപേക്ഷിച്ചു പോയതിലുള്ള തീവ്രമായ ദുഃഖവും ഈ പ്രയോഗം പ്രതിഫലിപ്പിക്കുന്നു. തൻ്റെ അവസ്ഥയിൽ വൃദ്ധ സ്വയം പരിഹസിക്കുന്നതായി വായനക്കാരന് തോന്നും. കാരണം സ്നേഹിച്ചു വളർത്തി വലുതാക്കിയ മക്കൾ വൃദ്ധയെ ഉപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. വാർദ്ധക്യത്തിൻ്റെ നിസ്സഹായാവസ്ഥയിൽ ആർക്കും വേണ്ടാത്തവളായി അവർ ജീവിക്കുന്നു. അടുത്ത പഠന പ്രവർത്തനം: ആ കാഴ്ച കണ്ട് അവർ പകച്ചു നിന്നുപോയി. ആ കാഴ്ച കണ്ട് അവർ വീട്ടിലേക്ക് തിരിച്ചുപോയി. പോയി എന്ന പദം 2 വാക്യ സന്ദർഭങ്ങളിലും ഒരേ അർത്ഥത്തിലാണോ ഉപയോഗിച്ചിരിക്കുന്നത്? എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. 2 വാക്യങ്ങളിലും പോയി എന്ന പദം ഒരേ അർത്ഥത്തിലാണോ ഉപയോഗിച്ചിരിക്കുന്നത്? അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ആ കാഴ്ച കണ്ട് അവർ പകച്ചു നിന്നുപോയി എന്ന വാക്യം ശ്രദ്ധിക്കുക. അപ്രതീക്ഷിതമോ ഭയപ്പെടുത്തുന്നതോ ആയ ഒരു കാഴ്ച കാണുമ്പോൾ കാഴ്ചക്കാരനിൽ ഉണ്ടാകുന്ന അന്ധാളിപ്പും ഭയവും കൂടുതൽ സ്പഷ്ടമാക്കാൻ ആദ്യ വാക്യത്തിലെ പോയി എന്ന അനുപ്രയോഗത്തിൻ്റെ ഉപയോഗത്തിലൂടെ സാധിക്കുന്നു. 2ാമത്തെ വാക്യം: ആ കാഴ്ച കണ്ടവർ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഒരു സാധാരണ വാക്യം. എന്തോ പ്രതീക്ഷിക്കാത്തതൊന്നും സംഭവിച്ചു, അതുകൊണ്ട് മടങ്ങിപ്പോയി എന്ന സാധാരണ അർത്ഥമേ ലഭിക്കുന്നുള്ളൂ. 2ാമത്തെ വാക്യത്തിൽ മടങ്ങിപ്പോയി എന്ന സാധാരണ അർത്ഥമേ ലഭിക്കുന്നുള്ളൂ എന്ന് നമുക്ക് കാണാം. അപ്പോൾ 2 വാക്യങ്ങളിലും പോയി എന്ന പദം 2 അർത്ഥ സാധ്യതകളോടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.